നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തിനുള്ള പുറപ്പാടിലാ നീ? രാഘവേട്ട, എനിക്ക് മാത്രമല്ല, രാഘവേട്ടനും പ്രാണന പ്രീതിയെ. അവൾക്കൊരു നല്ല ജീവിതം കൊതിച്ച നമ്മൾ അധ്വാനിച്ചതും പണം സമ്പാദിച്ചു കൂട്ടിയതും ഒക്കെ. അർജുനും അവളും സന്തോഷമായി ജീവിക്കുന്നതിന് ആദ്യം തടസ്സമായി നിന്നത് ഞാനും വസുമതിയുവാ. പക്ഷേ ഒരു കുഞ്ഞുണ്ടായതോടെ ഇരു കൂട്ടരും ആ പിണക്കമൊക്കെ പരസ്പരം മറന്നു. പിന്നീടെങ്കിലും അർജുനും പ്രീതിയും സന്തോഷമായും സമാധാനമായും ജീവിക്കുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. അത് തടഞ്ഞത് ദൈവമാണെങ്കിൽ പോട്ടെന്ന് വെക്കും സത്യഭാമ. ഇനി അതല്ല മനുഷ്യനാണെങ്കിൽ ആ ആളെ കോടതിക്കോ നിയമത്തിനോ വിട്ടുകൊടുക്കില്ല ഈ സത്യഭാമ. വിധിക്കുന്നതും ശിക്ഷ നടപ്പാക്കുന്നതും ഈ സത്യഭാമയായിരിക്കും. നീ എന്താ ഉദ്ദേശിക്കുന്നത്? രാഘവേട്ട, പ്രീതി പഞ്ചകൈലാസത്തിലെ പാറപ്പുറത്ത് വീഴുന്നതിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ CCTV ഫൂട്ടേജിൽ കണ്ടത്. പ്രീതിയും സുസ്മിതയും തമ്മിലുണ്ടായ തർക്കം എന്താ? സുസ്മിത എന്തിനാ പ്രീതിയെ തടയാൻ നോക്കിയത്? ഇതിനൊന്നും തൃപ്തികരമായിട്ടുള്ളൊരു വിശദീകരണം ഇല്ല. പ്രീതിയുടെ ആരോഗ്യത്തെ തടയാൻ നോക്കിയെന്നല്ലേ സുസ്മിത നുണ പരിശീലനം പറഞ്ഞത്? എങ്കിൽ അവൾ എന്തുകൊണ്ട് ആ കാര്യം നേരത്തെ നമ്മളോട് പറഞ്ഞില്ല? നുണപരിശോധനയിലും അന്വേഷകരെ കബളിപ്പിക്കാനല്ലേ അവൾ നോക്കിയത്. നുണപരിശോധനയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി എന്തിനവൾ ഈ കിഡ്നാപ്പിംഗ് നാടകം നടത്തി? രാഘവേട്ട, ഇതിനൊന്നും ഒരു ഉത്തരവില്ല. അതിനർത്ഥം സുസ്മിതയ്ക്ക് എന്തോ മറയ്ക്കാനുണ്ടെന്ന. അതായത് രോഹിത്തിന്റെ മിസ്സിങ്ങിനും പ്രീതിയുടെ ഇപ്പോഴത്തെ ഈ കിടപ്പിനും ശരിക്കും സുസ്മിതയുടെ കൈയുണ്ടെന്ന് അല്ലേ? ഇതൊക്കെ തന്നെയല്ലേ ഞാൻ നിന്നോട് നേരത്തെ പറയാൻ. രാഘവേട്ടൻ പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷെ അപ്പോഴും സുസ്മിതയെ ചേർത്ത് പിടിച്ചിരുന്നത് ഞാനാ. ഒരു ചൂണ്ടുവിരൽ അവൾക്ക് നേരെ ഉയരാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. സ്വന്തം ഭർത്താവിനെയും എന്റെ മകളെയും അപകടപ്പെടുത്തി ചതി ഒളിപ്പിച്ചു വെച്ചിട്ടാ അവൾ എന്റെ തണലിൽ നിന്നിരുന്നതെങ്കിലോ? അവൾക്ക് ഞാനൊരു സമ്മാനം കൊടുക്കണ്ടേ രാഘവേട്ട? അത് നീ എങ്ങനെ കണ്ടുപിടിക്കുന്ന? അവള് ചെയ്തതിന്റെ ഒക്കെ തെളിവുകൾ ശ്രീരഞ്ജനി തോണ്ടി എടുത്തിട്ടുണ്ടാവും രാഘവേട്ട, എനിക്കത് ഉറപ്പാ. അതുപോലെ കോടതി സുസ്മിതയെ കുറ്റക്കാരിയെന്ന് കണ്ടെത്തുമെന്നത്. അങ്ങനെ ഉറപ്പിക്കണ്ട ഭാമേ. നീതി നടപ്പാക്കപ്പെടേണ്ട സ്ഥലം തന്നെയാണ് കോടതി. പക്ഷേ എല്ലായ്പ്പോഴും അതങ്ങനെ തന്നെ ആവണമെന്നില്ല. സത്യം സൂര്യനെ പോലെ തെളിഞ്ഞു മുന്നിൽ നിൽക്കുമ്പോഴും അത് കാണാതിരിക്കാൻ കോടതിക്ക് മുമ്പിൽ കറുത്ത ഇരുമ്പ് മറകൾ സൃഷ്ടിക്കാനാവും മിടുക്കന്മാരായ വക്കീലന്മാർക്ക്, പ്രത്യേകിച്ചും ആമീർ അബ്ദുള്ളയെ പോലുള്ളവർക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.